ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഋഷി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു നോൺ വെജ് ഡിഷുമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ആട്ടിറച്ചി വരട്ടിയത്, മട്ടൺ ഫ്രൈ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. വേണ്ടത് 1 കിലോ ആട്ടിറച്ചി വേണം, പിന്നെ ഒരു 6 സവോള വേണം, പിന്നെ 1 പിടി മല്ലിയില, 1 പിടി കറിവേപ്പില, ഒരു 10-25 ചെറിയ ഉള്ളി, 2 വലിയ തക്കാളി, ഒരു 6 ഉണക്കമുളക്, ഒരു വലിയ ടീസ്പൂൺ മല്ലി, ഒരു ഹാഫ് നാളികേരം കൊത്തിയത്, നാളികേരക്കൊത്ത്, പിന്നെ വെളുത്തുള്ളി വേണം, 2 വലിയ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുരുമുളക് 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ നമ്മുടെ മസാല 4 കറുകപ്പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 4 ഗ്രാമ്പു, പിന്നെ 3 പച്ചമുളകും. ഇതാണ് വേണ്ട സാധനങ്ങൾ കേട്ടോ. അതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിയണം, ചുവന്നുള്ളി 2ആയിട്ട് നുറുക്കണം. പിന്നെ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത്, ഒരു ചീനച്ചട്ടി ചൂടാക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ മതി. മല്ലി, ഉണക്കമുളക്, കുരുമുളക്, ജീരകം ഇതെല്ലാം കൂടെ നന്നായിട്ട് വറക്കണം. നല്ല ഗോൾഡൻ കളർ, നല്ല സ്മെല്ല് വരുമല്ലോ മല്ലിയുടെ മുളകൊക്കെ വറുത്തതിൻ്റെ, അതാണ് പാകം കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല, പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു അത് ഇട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. അരഞ്ഞതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ച വെളുത്തുള്ളിയിൽ നിന്ന് 1 പിടി വെളുത്തുള്ളിയും ഒരു 6-7 ചെറിയുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. മസാല റെഡിയാണ്. ഇനി നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇറച്ചിയിലേക്ക് ഈ അരച്ച മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടണം. നല്ല മസാല പിടിച്ച് നമ്മൾ നന്നായിട്ട് അതിൽ പുരട്ടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കുക കേട്ടോ. 1 മണിക്കൂർ 1/2 മണിക്കൂർ ഒന്നും വെക്കേണ്ട, ഇത് പുരട്ടി വെക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വഴറ്റുന്ന ഒരു സമയം അത് മതി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, അടുപ്പിൽ ചുവട് കട്ടിയുള്ള നല്ലൊരു ചീനച്ചട്ടി വയ്ക്കുക. അടുപ്പിലാട്ടോ വയ്ക്കുന്നത്, കാരണം മട്ടൻ ആയതുകൊണ്ട് നല്ല വേവാണ്, കുക്കറിലൊന്നും വയ്ക്കുന്നില്ല. അടുപ്പിൽ തന്നെ വിറക് കത്തിച്ച് അങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. അതിലേക്ക് നമ്മളൊരു 2 വലിയ ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാം, ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 6 ചെറിയ സവാള ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി 2ആയിട്ട് മുറിച്ചത് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുകയെന്ന് വെച്ചാൽ ഗോൾഡൻ കളർ അങ്ങനെയൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇതാണ്ടോ ഈ ഒരു ഭാഗം. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതും കൂടെ ചേർക്കും കേട്ടോ. ഒന്ന് ചെറിയതായിട്ടൊന്ന് ഇങ്ങനെ കണ്ടോ വഴണ്ട് വന്ന ആ സമയമാകുമ്പോൾ, അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റുക. തക്കാളി ഇങ്ങനെ വഴണ്ട് വരുമ്പോൾ അതിങ്ങനെ സോഫ്റ്റ് ആകുമല്ലോ, ആ സമയത്ത് അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു പാകമാകുന്ന സമയത്ത് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മട്ടനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാല പുരട്ടി നന്നായിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക, അടിയിലൊന്നും പിടിച്ചു പോകരുത് ചട്ടീൻ്റെ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1.5-2 ഗ്ലാസ് വെള്ളം, കാരണം ഈ ഇറച്ചിയിൽ നിന്നും സവോള, തക്കാളി ഇതിന്നൊക്കെ വെള്ളം ഇറങ്ങും കേട്ടോ. അതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പിടും, കല്ലുപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വിറകൊക്കെ കത്തിച്ച് ഇതുണ്ടോ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങി. നല്ലോണം തിളയ്ക്കണം കേട്ടോ. എന്താ പറയുക, ചാറിങ്ങനെ കുറുകി വരാൻ ഒരുപാട് ടൈം എടുക്കും. ഒരുപാട് ടൈം മീൻസ് ഒരു 1.5 മണിക്കൂർ എന്തായാലും വേണം, കാരണം നമ്മൾ കുക്കറിലൊന്നും ഇത് വേവിക്കുന്നില്ല. നന്നായിട്ട് തിളച്ചതിന് ശേഷം ആ വെള്ളത്തിരി കുറയില്ല, ആ സമയത്ത് നമ്മൾ നാളികേരക്കൊത്ത് അത് ഇട്ട് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് ഇനി തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ചാറ് ഒരുവിധം ആയതിന് ശേഷം കേട്ടോ നന്നായിട്ട് കുറുകി വരണം. ഇതാ കണ്ടോ, കുറേ സമയം എടുത്തോട്ട് ഇങ്ങനെ ഒന്ന് ആയി കിട്ടാൻ. ഈ സമയത്ത് നമ്മൾ മല്ലിയിലയില്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഫ്രൈ ചെയ്ത് ചാറൊക്കെ നന്നായിട്ട് വറ്റി. കുറച്ച് ഗ്രേവി വേണമെന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ നമ്മൾ കറി എടുത്തത് കേട്ടോ. അതല്ല ഒട്ടും ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഇടാം. നന്നായിട്ട് ഗ്രേവിയൊക്കെ വറ്റി വരണ്ട് നല്ല ഡ്രൈ ആയിട്ട് വരും, ആ സമയത്ത് എടുക്കുക. ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. മട്ടൻ കറി അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ്.
നമ്മൾ വേറെ മസാലകളോ ഒന്നും ചേർത്തിട്ടില്ല, എല്ലാം അരച്ചും പൊടിച്ചും ഒക്കെ ചേർത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് കേട്ടോ. നല്ല എരിവും എന്താ പറയുക, നല്ല ഒരു മസാലയുടെ കുത്തോ അങ്ങനെയൊന്നുമില്ല, വളരെ കുറച്ചല്ല, പക്ഷെ എന്നാൽ മസാലയുടെ ടേസ്റ്റും ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എല്ലാവരും ചെയ്ത് നോക്കൂലേ? ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഇനി നോൺ വെജിൻ്റെ ഒക്കെ കുറേശ്ശായിട്ട് എനിക്ക് അറിയുന്ന ഡിഷുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണേ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.